നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നെൽവയലുകൾക്കുള്ള ദയാവധമാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കോൾനിലങ്ങളിലും കുട്ടനാടും അതുപോലെ തന്നെ പാലക്കാടും നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ ആയിരുന്നു. തഞ്ചാവൂരും എല്ലാം. കേരളവും തമിഴ്നാടുമൊക്കെ നെല്ലിൻ്റെ സുഭിക്ഷ ഇടങ്ങളായിരുന്നു. കരഭൂമി പോലും വയലുകളാക്കി രൂപപ്പെടുത്തി നാം നെൽകൃഷി ചെയ്തിരുന്നു. കാലാന്തരത്തിൽ നെൽകൃഷി ഇല്ലാതായി, കുറഞ്ഞു വരുന്നു. വയലുകളിലടക്കം റബ്ബർ വരുന്ന സ്ഥിതി വന്നു. മുകളിലും താഴെയുമുള്ള വയലുകളിലേക്ക് റബ്ബർ പോയപ്പോൾ ഇടയ്ക്കുള്ള വയലുകൾ കൃഷി ചെയ്യണമെന്ന് കൃഷിക്കാരൻ വിചാരിച്ചാലും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പഡ് വയലുകളായി മാറി, ബന്ധിക്കപ്പെട്ട വയലുകളായി മാറി. തലക്കുളം നികത്തിയപ്പോൾ താഴെയുള്ള തോട് നികന്നു, തോടിൽ വെള്ളമില്ലാതായി. തലക്കുളവും തോടുമില്ലാതായപ്പോൾ വയലുകളിലേക്ക് വെള്ളം കിട്ടാതായി. പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ വന്നു. മാത്രമല്ല, 90-കൾ കഴിയുമ്പോൾ കേരളത്തിൽ നിർമ്മാണ മേഖലയിലേക്ക് ധാരാളം ആളുകൾ പോയി. വിദേശ രാജ്യങ്ങളിൽ വന്ന ആളുകൾ നിർമ്മാണ മേഖലകളിലേക്കൊക്കെ പോയപ്പോൾ തൊഴിലെടുക്കുവാൻ ആളില്ലാതായി. കൃഷി വലിയ നഷ്ടത്തിലേക്കും പോയി. നെൽകൃഷി കേരളത്തിൽ ചെയ്യണോ വേണ്ടേ എന്നുള്ള തർക്കം പോലും ഇപ്പോൾ ഉണ്ടാകുന്നു. ചില സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നു കേരളം എന്തിനു നെൽകൃഷി ചെയ്യണം. ഈയിടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയൻ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭരണഘടന കുടച്ചക്രം കുന്തോ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹവും പറയുകയുണ്ടായി, എന്തിനാണ് ഇവിടെ നെൽകൃഷി? നെല്ല് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാൽ പോരെ, അല്ലെ ആന്ധ്രയിൽ നിന്ന് അരി മേടിച്ചാൽ പോരെ? എന്താണ് കേരളത്തിൻ്റെ നെൽകൃഷിക്ക് സംഭവിച്ചത്? 1960, 55 കാലഘട്ടത്തിൽ 7,60,000 ഹെക്ടർ വയലുണ്ടായിരുന്നു. അത് 70-71 കാലമാകുമ്പോൾ 8,80,000 ആകുന്നു. 10 വർഷം കൊണ്ട് 7,60,000 എന്നുള്ളത് 8,80,000 ആകുന്നു. 1,20,000 ഹെക്ടർ കൂടുകയാണ് ചെയ്തത്. എന്നാൽ തുടർന്നിങ്ങോട്ട് ക്രമാനുഗതമായി കുറഞ്ഞു വന്നു. 1990 ആകുമ്പോൾ 5,60,000 ആയി. 2000 വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2000 ആകുമ്പോൾ 3,20,000 ആയി. 2007-8 കാലഘട്ടം ആകുമ്പോൾ 2,30,000 ആയി. നിലവിൽ 1,75,000 അല്ലെങ്കിൽ 80,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. കഴിഞ്ഞൊരു 7-8 വർഷക്കാലത്തെ കണക്കെടുത്താൽ തന്നെ 234.4 ഹെക്ടർ നികത്തപ്പെട്ടു. ആകെ നെൽകൃഷിയുടെ 7.6%, ആകെ കൃഷിയുടെ 7.6% നെൽകൃഷിയുള്ളത്. നെൽകൃഷി, പാടത്ത് ചെയ്യുന്ന നെൽകൃഷി നഷ്ടമത്തിലേക്ക് പോകുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 2008 നെൽവയൽ തണ്ണീർത്തട നിയമം വന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് 2008 ഓഗസ്റ്റിൽ വന്നു. അതനുസരിച്ച് നഗരങ്ങളിൽ 5 സെന്റ് വരെ വേണമെങ്കിൽ കെട്ടിടങ്ങൾക്ക് നികത്താം, ഗ്രാമങ്ങളിൽ ഒരു 10 സെന്റ് നികത്താം, ബാക്കിയൊന്നും നികത്താൻ കഴിയില്ല, പാടമായി സൂക്ഷിക്കണം. ഇപ്പോൾ 2008 മുമ്പ് പാടമായിരുന്ന സ്ഥലങ്ങളൊക്കെ മാത്രമേ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. അതിന് ശേഷമുള്ളതൊന്നും നികത്താൻ കഴിയാത്ത രീതിയിൽ വന്നു. ഭൂപടങ്ങളിൽ ഡേറ്റാ ബാങ്ക് വന്നു. ഭൂപടങ്ങളുടെയൊക്കെ സഹായത്താൽ ഓരോ പ്രദേശവും നെൽവയലായിരുന്നു, പണ്ട് എത്ര കാലം മുമ്പ് വയലായിരുന്നില്ല കണ്ടുപിടിക്കുന്ന രീതികൾ വന്നു, സാറ്റലൈറ്റ് ചിത്രങ്ങളുടെയൊക്കെ സഹായത്താൽ. കഥ എന്തായാലും നെൽകൃഷി കുറഞ്ഞു വരുന്നു. 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. കേരളം പോലുള്ള സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകത അനുസരിച്ച് വളരെ ഗൗരവമായി പാടങ്ങൾ ബഫർ സോണുകളാണ്. വെള്ളം നിശ്ചിത കാലയളവിൽ കെട്ടി നിൽക്കാനുള്ള ബഫർ സോണുകളാണ്, അല്ലെങ്കിൽ വാട്ടർ സിങ്കുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രളയം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വയലുകൾക്കുണ്ട്. ഒന്ന്. രണ്ടാമത്, തോടുകളിൽ, നദികളിൽ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിൽ വയലുകൾക്ക് വലിയ പങ്കുണ്ട്. സമീപ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം കൂട്ടുന്നതിൽ വയലുകൾക്ക് പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വയലെന്ന് പറയുന്നത് നെൽകൃഷി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനമല്ല, അതിന് ഒരുപാട് പാരിസ്ഥിതിക ധർമ്മമുണ്ട്.
അതുകൊണ്ട് തന്നെ വയൽ സംരക്ഷിക്കണമോ നെൽകൃഷി വേണോ വേണ്ടയോ എന്നുള്ളത് രണ്ട് ചർച്ചയായിരിക്കണം. വയൽ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അവിടെ നെൽകൃഷി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യണം. നെൽകൃഷിന് ലാഭമാക്കാൻ ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. അത് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു പർവ്യൂ അല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കർഷകർ നെല്ല് വിളയിക്കുന്നു, ആ നെല്ല് കമ്പനികൾ എടുക്കുന്നു, കമ്പനികൾ അത് അരിയാക്കി അകത്തും പുറത്തുമൊക്കെ വിൽക്കുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് റേഷൻ അരിയും മറ്റ് കേന്ദ്രത്തിൻ്റെ റേഷൻ അരിയും മറ്റ് സ്റ്റേറ്റിലുള്ള അരിയൊക്കെ വരുത്തി നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങുന്നു. മലയാളി എന്നും അങ്ങനെ തന്നെയാണ്. നല്ല കശുവണ്ടി സായിപ്പിന് കൊടുത്തിട്ട് നാട്ടിലെ 4-ാം തരം കശുവണ്ടി നമ്മൾ കഴിക്കും. നല്ല തേയില രാജ്ഞിക്ക് കയറ്റി അയച്ചിട്ട് പൈസ വാങ്ങിയിട്ട് നമ്മൾ 4-ാം തരം തേയില കഴിക്കും. അത് മലയാളിയുടെ ഒരു ശീലമാണ്. നല്ലത് കഴിക്കില്ല നമ്മൾ, അത് വിറ്റ് നമ്മൾ കാശാക്കും. നമ്മൾ ആരോഗ്യത്തെക്കാൾ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് നല്ല വസ്തുക്കൾ, ഏറ്റവും നല്ല കായ്ഫലമുള്ളത്, മുന്തിയത്, ഏറ്റവും 1-ാം തരം നമ്മൾ വിറ്റ് കാശാക്കും. അതേസമയം കേരളത്തിലെ നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ നെല്ല് സഹകരണാടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ സഹകരണ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയും, സർക്കാർ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി ഏറ്റെടുത്താൽ അല്ല, സർക്കാർ നേരിട്ട് ഏറ്റെടുക്കേണ്ട ബാധ്യത. അത് മില്ലുകളിൽ പോയി പൊടിക്കുവാനും അത് അരിയാക്കി ആ അരി ഇവിടെ മാർക്കറ്റിൽ എത്തിക്കുവാനുള്ള സംവിധാനം കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ ഒരു ലാഭം കൂടി കർഷകർക്ക് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നെൽകൃഷി നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇത് കർഷകർ തന്നെ അതിന് ലാഭവും നഷ്ടവും എല്ലാം കണ്ടെത്തണമെന്ന് പറയുമ്പോഴാണ് ഈ പ്രതിസന്ധി വരുന്നത്. അപ്പോൾ എന്തായാലും വയൽ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക ധർമ്മത്തിന് വലിയ അത്യാവശ്യമാണ്. മത്സ്യകൃഷി ചെയ്യാം, മറ്റ് കൃഷികളൊക്കെ ആലോചിക്കാം, നെൽകൃഷി ആലോചിക്കാം, അങ്ങനെ പല രൂപത്തിലുള്ള കൃഷികൾ വയലിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും വയൽ സംരക്ഷിക്കപ്പെടേണ്ടത് പരമാവധി ഞാൻ ഈ പറഞ്ഞ പോലെ കേവലം നെൽകൃഷിക്ക് മാത്രമല്ല, നമ്മുടെ പാരിസ്ഥിതിക ധർമ്മത്തിൻ്റെ ഭാഗമായി പ്രകൃതിയുടെ ഒരു പാരിസ്ഥിതിക ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നല്ല നിലയിൽ നമുക്ക് പാടങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെ തണ്ണീർത്തടങ്ങളാണ്, അത് വ്യാപകമായി നികത്തി പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഗോഹത്തി IIT-യുടെയും മാണ്ഡി IIT-യുടെയും ബാംഗ്ലൂരിലെ ഏജൻസിയുടെ പഠനം വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രളയമുണ്ടാകുന്നത് ആലപ്പുഴ ജില്ലയിലാണ്, വരൾച്ച വരാൻ സാധ്യതയുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലാണ് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത്, ആദ്യം വരുന്നു എന്ന് പറയുന്നത്. പിന്നെ കോട്ടയം ജില്ലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി വയലുകളെ സംരക്ഷിച്ച് നിർത്തുവാൻ തണ്ണീർത്തടങ്ങൾ എന്നുള്ള കൺസെപ്റ്റിൽ, സങ്കല്പത്തിൽ അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം മഴവെള്ളം ഉൾക്കൊള്ളുവാനും സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊടുക്കുവാനുമൊക്കെ വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. ആ നിലയിൽ വയലുകളെ സംരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കുവാൻ സമൂഹം ഒന്നാകെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.